ഹായ് ഹലോ ഗൈസ്. സോ ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറേ പേര് ഞങ്ങളുടെ അടുത്ത്, ഇപ്പോൾ വെയിൽ വരുന്നുണ്ടല്ലേ, നല്ല കുറേ പേര് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ലവ് സ്റ്റോറി. ആക്ച്വലി ഞങ്ങളതൊരു വീഡിയോ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ചെയ്തിട്ടുണ്ട്, ബട്ട് ലിറ്റിൽ ബിറ്റ് അത് കോമഡി ആയി മാറി, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. സോ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളുടെ ഒരു ലവ് സ്റ്റോറി പറയാം എന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. സോ ഇന്ന് ഞങ്ങൾ പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിച്ച് ഒരു ലവ് സ്റ്റോറി വ്ളോഗ് ഇടാമെന്ന് വിചാരിക്കുന്നു. സോ വെൽക്കം ടു അവർ ഫസ്റ്റ് വ്ളോഗ് യൂട്യൂബ് വീഡിയോ. സോ ഞങ്ങളെ എല്ലാവർക്കും അങ്ങനെ അറിയണമെന്നില്ല. സോ ഞങ്ങളെ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾ സെൽഫ് ഇൻട്രോ ചെയ്യാമെന്ന് വിചാരിച്ചു. സോ മൈ നെയിം ഈസ് നന്ദന ആൻഡ് ദിസ് ഇസ് ജോമോൻ. ഓക്കെ. സോ കഥ തുടങ്ങുന്നത് ആക്ച്വലി ഇൻസ്റ്റഗ്രാം വഴിയാണ്. ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ ഇവൻ ഈ ഏരിയയിൽ ചുറ്റിപ്പറ്റി കുറേ അടുത്ത് വന്നിട്ടുണ്ട്. സോ ഞാൻ ഒരു വട്ടം പോലും ഇവനെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പേര് കേട്ടിട്ടുണ്ട്, ജോമോൻ എന്ന് പേര് കേട്ടിട്ടുണ്ട്. അത് എൻ്റെ സ്വന്തം അനിയത്തി വഴി ഒന്നുമില്ല, ഫേമസ് ആവാനൊന്നുമല്ല ഗൈസ്. ഇവനൊരു ഒരു വണ്ടി ഉണ്ടായിരുന്നു, ഒരു V4 ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ഷോ കാണിച്ച് ഈ ഏരിയയിൽ ഫുള്ള് നടന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. അതാണ് സംഭവം. നിങ്ങൾ വിചാരിക്കും ഞാൻ കണ്ണാപ്പിയല്ല. എന്റെ വണ്ടിയിൽ സൗണ്ട് ഉള്ളത് കുറ്റമാണോ? അത് വെച്ച് കുറച്ച് പെൺപിള്ളേരെയൊക്കെ വളയ്ക്കാൻ വേണ്ടിയിട്ട് കൊച്ചു ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഞാൻ കണ്ടിട്ടില്ല. ചെറിയൊരു കോഴിത്തരം ഉണ്ടായിരുന്നു. പിന്നെ അതില്ലെന്ന് പരിശുദ്ധനായിട്ട് നാട്ടുകാർ പറയുമല്ലേ, എങ്ങനെയാണ് എനിക്കറിയാം. ഇവൻ ലോക കോഴിയായിരുന്നത്. ഡീസന്റ് അല്ലെങ്കിൽ തലയടിച്ച് പൊളിക്കുമെന്ന് അറിയാം, അതുകൊണ്ടാണ് ഡീസന്റ് ആയത്. ഓക്കെ. ഞങ്ങൾ അതിനുശേഷം കണ്ടിട്ടേ ഇല്ല. പിന്നെ ഞാനൊരു പാട്ട് ഇൻസ്റ്റഗ്രാമിൽ ആ പാട്ട് പാടി ഇട്ടു, ഒരു പാട്ട് ഇട്ടു. അപ്പം അതിന് ഇവൻ അന്നാണ് ആക്ച്വലി എന്നെ അന്നല്ലേ കാണുന്നത് ഇൻസ്റ്റയില്. അന്ന് കണ്ടിട്ട് കൂട്ടുകാരിയുടെ അനിയത്തിയാ, ചേച്ചിയാ, ഞാൻ പക്ഷേ കണ്ടിട്ടില്ല. അവളെ ചേച്ചിയാണ് ഞാൻ, അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അവനെ. പക്ഷേ ഇതേപോലെ ഞങ്ങൾ വന്നിട്ട് എപ്പോഴാ ഈ വീഡിയോ ജൂലൈയിൽ എന്തോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ജൂലൈയിലാന്ന് തോന്നുന്നു, ജൂലൈയിൽ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് കമൻ്റ് ഇട്ടിട്ട് വന്നിട്ട് എന്നെ ഫോളോ ചെയ്തു. സോ അങ്ങനെ ഇവൻ എൻ്റെ പാട്ട് കേട്ട് കമൻ്റ് ചെയ്ത് ഫോളോ ചെയ്തു. പക്ഷെ ഞാൻ ഫോളോ ചെയ്തില്ല ഗൈസ്. ഞാൻ എന്നിട്ട് കോഴിത്തരം കാണിച്ച് അങ്ങോട്ട് മെസ്സേജ് അയച്ചു, കുറെ ഹായ് ഒക്കെ ഇട്ടു, ഹായ് ഹലോ എന്നങ്ങനെയൊക്കെ. ഞാൻ മൈൻഡ് ചെയ്തില്ല. എനിക്ക് കണ്ടു, പക്ഷെ എനിക്ക് അറിഞ്ഞൂടെ ഇത് ജോമോനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ കണ്ടിന്യൂസ്ലി ഇവൻ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാം ഗൈസ്, എൻ്റെ ശ്രദ്ധ നേടാൻ വേണ്ടി പിന്നെയും ഫോളോ ചെയ്യും, അൺഫോളോ ചെയ്യും, എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ഫോളോ ചെയ്യും. അങ്ങനെ എനിക്ക് ഈ അക്കൗണ്ട് മ്യൂച്വൽ നോക്കിയപ്പോൾ എൻ്റെ അനിയത്തേക്ക് ഫോളോ ചെയ്യുന്നു. അങ്ങനെ ഞാൻ പോയി ചോദിച്ചു, മീനു ഇതാരാ? അപ്പോൾ അവള് പറഞ്ഞു, എടി ഇതാ ജോമോൻ. വാവ്. അപ്പോൾ ജോമോൻ എന്ന പേര് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എടി എനിക്കിങ്ങനെ നടന്ന് മെസ്സേജ് അയക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു റിപ്ലൈ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ റിപ്ലൈ കൊടുക്കണോ? എനിക്കൊരു മടി റിപ്ലൈ കൊടുക്കാൻ വേണ്ടി. അപ്പം ഇവള് പറഞ്ഞു, ഇല്ല പാവോടെ റിപ്ലൈ കൊടുക്ക്, ജസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഇതുപോലെ ഹലോ എന്നുള്ള മെസ്സേജിന് എന്തോ ഹായ് എന്നിങ്ങനെ റിപ്ലൈ കൊടുത്തു. അപ്പം ഇവൻ വളയ്ക്കാൻ വേണ്ടി ഇവനൊരു ഇൻറ്റൻഷൻ ഉണ്ട്, എന്നെ എങ്ങനെയെങ്കിലും വളയ്ക്കണം. ഇവനാണെങ്കിൽ വന്നിട്ട് എനിക്ക് ആ സമയത്ത് ആ ഫോട്ടോയ്ക്ക് ആ റീല് ഷെയർ ചെയ്തിട്ട് പറയാ നല്ല രസമുണ്ട് പാട്ട് കേൾക്കാൻ. അറ്റ് ദാറ്റ് ടൈം ഐ വാസ് ലൈക്ക് വാവ്. നമ്മളെ ഒരാൾ അത്യാവശ്യം പൊക്കി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓൾറെഡി നമ്മൾ ചാറ്റ് ചെയ്ത് തിരിച്ച് അയച്ചപ്പം പിന്നെ അയച്ചിട്ടും അയച്ച് 2 ദിവസം കഴിഞ്ഞ് റിപ്ലൈ ഇടുന്നത്. ഞാൻ അയച്ച് 2 ദിവസം കഴിഞ്ഞ റിപ്ലൈ ചെയ്യുന്ന ഞാൻ അത് ഈ പൊക്കി പറഞ്ഞതിന് ഞാൻ ചോദിക്കും ഫുഡ് കഴിച്ചോ, നോക്കത്തില്ല. പിറ്റേ ദിവസം ഉച്ചയാകുമ്പോൾ പറയും ആ ഫുഡ് കഴിച്ചു. അങ്ങനെയായിരുന്നു. ഞാൻ അങ്ങനെ പെട്ടെന്ന് ആർക്കും അങ്ങനെ പെട്ടെന്ന് അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല ആക്ച്വലി. അപ്പം ഇവൻ വന്നിട്ട് ഇങ്ങനെ എന്നെ പൊക്കി പറഞ്ഞ സമയത്ത്
എനിക്കതങ്ങ് ഭയങ്കര പാട്ട് കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്, ഭാവിയുണ്ട്. ആരെങ്കിലും വന്നിട്ട് എൻ്റെ അടുത്ത് പാട്ട് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഐ റെസ്പെക്ട് ദം. അപ്പം ഞാൻ അതുകൊണ്ട് അവരുടെ അടുത്ത് പറയും താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ വേർഡ്സ് എന്ന് തന്നെ ഞാൻ പറയും. കാരണം നമ്മളെ അങ്ങനെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണല്ലോ അവർ നമ്മളെ പറ്റി നല്ല അഭിപ്രായം പറയണേ. നമ്മൾ കൂറായിട്ട് പാടിക്കഴിഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുമോ? ഇല്ലല്ലോ. ഓക്കെ, അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ്ലി റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ല. ഇവൻ പറഞ്ഞ പോലെ ഞാൻ മാറിയൊക്കെയാണ് ഗൈസ് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സമയം എത്തിയപ്പോഴേക്കും ഞങ്ങൾ ഒരു 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ തുടങ്ങി. ഞാൻ ആ സമയത്ത് കുറച്ച് ഇഷ്യൂസ് കാരണം ഫോൺ എടുക്കാറില്ല. അങ്ങനത്തെ ഉള്ള കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ ആയിരുന്നു. ഐ വാസ് ഇൻ എ സ്മോൾ ലിറ്റിൽ ബിറ്റ് ഓഫ് ഡിപ്രഷൻ സ്റ്റേജ്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഓക്കെ ഇവൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഓക്കെ എന്നുള്ളൊരു ഇതായിരുന്നു. ആൻഡ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പയ്യെ ആളെല്ലാം ഒരു ദിവസമുള്ള കാര്യങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. ഒരു കംഫോർട്ട് സോൺ പോലെ പറയുന്നത്. അന്നേരം എനിക്ക് മനസ്സിലായി ഇത് വീഴും എന്നുള്ള ഇതായി. അപ്പോഴും ഇവനാണെങ്കിൽ എന്നെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എന്നുള്ള മൈൻഡാണ് ഗൈസ്. പക്ഷെ എനിക്കത് അറിയത്തില്ല. ഓപ്പണായിട്ട് പറഞ്ഞ ആ ടൈമിൽ ടൈം പാസ് പോലെ ആയിരുന്നു. ഫസ്റ്റ് ടൈം എൻ്റെ സങ്കല്പത്തിൽ ഇങ്ങനെ അല്ലായിരുന്നു. നമുക്ക് ലൈൻ അടിക്കണമെന്നുള്ള രീതി ആയിരുന്നു ഫസ്റ്റ്. അങ്ങനെ ഞാൻ ചാറ്റ് ചെയ്യും, അവൾ റിപ്ലൈ തരും. അവൾ കംഫർട്ട് സോൺ പോലെ എനിക്ക് റിപ്ലൈ തരാൻ തുടങ്ങി. എല്ലാ കാര്യങ്ങളും പറയും, വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം പറയും. അങ്ങനെ ഞാൻ 2-3 ആഴ്ച കഴിഞ്ഞപ്പം ഞാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിചാരിക്കുമല്ലേ പെട്ടെന്ന് കയറി ഇഷ്ടമാണെന്ന് പറയുന്നത് കോഴിയാന്ന് വിചാരിക്കും. ഞാൻ വിചാരിച്ച് പറയണ്ട. അങ്ങനെ വീണ്ടും ഒരു മാസം പോയി. എന്നിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ച് ഞാൻ എനിക്കിന്ന് ഇഷ്ടമാണ് എന്ന് ഞാൻ പറഞ്ഞു. അന്ന് അവൾ ഉടനെ ഞാൻ നിന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല, എനിക്ക് എന്നെക്കാളും നല്ലൊരു ചെറുക്കനെ എനിക്ക് കിട്ടത്തില്ലേ. യൂഷ്വലി എല്ലാരും പറയുന്നു ഡിപ്രഷൻ. സോ ആ സമയത്ത് എനിക്ക് ഓപ്പണായിട്ട് പറഞ്ഞ ഇവക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ ഇവക്ക് പേടിയാണ്. ആ സമയത്ത് എനിക്ക് ഇഷ്ടമില്ല. ആക്ച്വലി ആ സമയത്ത് എനിക്ക് ഇഷ്ടമില്ല. ഞാൻ ആക്ച്വലി നല്ലൊരു ഫ്രണ്ടായിട്ട് ഒരു ബ്രദർ എന്നുള്ളൊരു വൈബിലാണ്. പിന്നെ എനിക്ക് നല്ലൊരു ഫ്രണ്ടായിരുന്നു. എനിക്ക് എന്ത് കാര്യവും ഓപ്പണായിട്ട് സംസാരിക്കാമായിരുന്നു ആ സമയത്ത്. എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ എനിക്ക് പറയാം. ഓക്കെ, ബട്ട് ഞാൻ അവനെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കൊരു റിലേഷൻഷിപ്പിലോട്ട് ചാടാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. അങ്ങനെ ഞാൻ കുറേ നാൾ ഇവനിട്ട് ഓട്ടിച്ച് ഗൈസ്. ഇവൻ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറയുന്നു, ഞാൻ ഇവനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇവൻ ആരെങ്കിലും കൊണ്ട് വിളിപ്പിക്കുന്നു, ബ്ലോക്ക് കഴിപ്പിക്കുന്നു. പിന്നെയും കണ്ടിന്യൂസ്ലി ഈ ഒരു സാധനം. ലാസ്റ്റ് ഞാൻ പറഞ്ഞു നമുക്ക് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ പിന്നെയും കുറേ 2-3 മാസം അങ്ങനെ പോയി ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ. എനിക്ക് പക്ഷേ ആ സമയമായപ്പോൾ എനിക്കങ്ങ് വാശിയുമായി. ഇവന് വാശിയായി എങ്ങനെങ്കിലും ലൈൻ അടിച്ച് വീഴ്ത്തണം. അതെന്താണെന്നറിയാമോ? കുറേ എല്ലാവരും ജോമോൻ എന്ന് പറയുമ്പോൾ ജോമോൻ തന്നെ ഭയങ്കര സംഭവമാണ്. ഞാനൊരു സംഭവമാണല്ലോ. എന്നിട്ട് അവൾ എന്നെ സംഭവം വാങ്ങാൻ ഒരു ബൈക്ക് കൊണ്ട് ഞാൻ ഇങ്ങനെ നടക്കും, ജോലിയും കൂലിയും ഇല്ലാതെ ഇങ്ങനെ നടക്കും. ആ സമയത്ത് ജോലിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ ജോലിയും കൂലിയ ഇങ്ങനെ ബൈക്കും എടുത്ത് വീട്ടുകാർ പെട്രോൾ അടിക്കാൻ പൈസയും തരും. ഇങ്ങനെ കറങ്ങി നടക്കും. സാധാരണ എല്ലാ പിള്ളേരെയും പോയാൽ ഒരു ഇതും ഇല്ലാതെ നടക്കുമായിരുന്നു. എല്ലാവരും എന്നെ എപ്പോഴും കാണുന്നുണ്ട്, ഞാൻ എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. എല്ലാവർക്കും അന്ന് എങ്ങനെ അറിയാം. അപ്പൊ ഇവന്റെ മനസ്സിൽ ഓഹോ എല്ലാരും എന്നെ ഭയങ്കര സംഭവമായിട്ട് കണ്ടിട്ട് അവക്ക് മാത്രമേ പട്ടി വില, അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ, ഇവളെ ഞാൻ വളയ്ക്കണം. അപ്പോഴേക്കും ഇവന് വാശിയായി, എങ്ങനെയെങ്കിലും എൻ്റെ ഇഷ്ടമാണെന്ന് പറയണം. 3 മാസമേ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് ഒന്നുമില്ല. ഇൻസ്റ്റഗ്രാം വഴി ചാറ്റിങ് മാത്രമേ ഉള്ളൂ. പിന്നെ അടുത്താലും കണ്ടിട്ടില്ല. ഇതുവരെ ഒരു സൈഡിൽ കൂടെ പോലും പോയി ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഏതോ ഒരു സമയത്ത് ഐ ഫെൽ. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് കാര്യം പറഞ്ഞാലും ഹി വാസ് ലൈക്ക് ഓക്കെ നീ ടൈം എടുക്ക് എന്നാ മനസ്സിലുണ്ട്. ബാക്കി ഞാൻ അന്നേരം കാണിച്ചു തരാം. ഇഷ്ടമായി കഴിഞ്ഞ് പിന്നെ നമ്മളെ പിരിയാൻ പറ്റും. നമുക്ക് ഒരു സമയം കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെ പറ്റത്തില്ല തോന്നുന്ന എല്ലാവർക്കും വരും ആ തോന്നില്ല. അന്നേരം എനിക്ക് ഞാൻ കാണിച്ചത് എന്നായിരുന്നു മനസ്സിൽ. പക്ഷെ എല്ലാം പോയി. അങ്ങനെ ഞാൻ കുറേ നാൾ കഴിഞ്ഞ് ഞാൻ പുറത്തോട്ട് ഒരു അക്ഷയ സെൻറ്ററിൽ എൻ്റെ അനിയത്തിയായിട്ട് ഞാൻ അക്ഷയ സെൻറ്ററിൽ പോയി പാറുമായിട്ട് പോയ സമയത്ത് ഞാൻ പാറിൻ്റെ അടുത്ത് പറഞ്ഞു, എടി എനിക്ക് ഇതേ കണക്ക് എടി സംഭവം ഇവനെ എങ്ങനെ അനിയത്തിക്ക് പോലും അറിയത്തില്ല. ഞാൻ ഇപ്പം ഇതണക്ക് കാണാൻ. അപ്പോൾ അവൾ പറഞ്ഞു ഓക്കെ ഇയാൾ വിളിക്കുക, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ അക്ഷയയിൽ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഗൈസ് ഐ വാസ് ലൈക്ക് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു കാണണമെങ്കിൽ.
ഞാൻ ഞെട്ടിപ്പോയി. കാരണം എന്ത് ജീവി എൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന എനിക്കറിയത്തില്ല. ഇവൻ്റെ തലമുടി എന്ന് പറയുന്നത് വെള്ള കളർ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്ത നെയ്മറൊക്കെ വെള്ള കളർ അടിക്കുന്ന സമയമായിരുന്നു മുടി ഫുള്ളും. അങ്ങനെ ഞാൻ മുടി ഫുള്ളും വെള്ള കർണാപ്പികളായിരുന്നു. എനിക്ക് ഇഷ്ടമല്ല ഗൈസ്. എനിക്ക് ആമ്പിള്ളേര് കളർ ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ എന്നും പറഞ്ഞ ഒരുമാതിരി വയലറ്റ്, ഗ്രീൻ, പർപ്പിൾ, വൈറ്റ്, എനിക്ക് ഇതൊന്നും അങ്ങനെ അത്രയൊന്നുമില്ല. ഫുള്ള് വൈറ്റ് അടിച്ച് വന്ന് നിൽക്കുന്നത്. എനിക്ക് ഇവനെ കാണാൻ ആക്ച്വലി ഭംഗിയുണ്ടെങ്കിലും ആ തലമുടി വെച്ചിട്ട് പോയി. എനിക്ക് ഞാൻ അപ്പം ഞാൻ പാറിൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ പാറു എൻ്റെ അടുത്ത് ഉടനെ ഇതെന്ത് പശു നക്കിയതോ ഈ തലയിൽ. ഞാൻ ഓക്കെ എന്നിട്ട് ഞാൻ പറഞ്ഞു ശരി. അപ്പം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും ആക്ച്വലി 2 ടൈപ്പ് ഓഫ് എന്തോ ആണ്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇവൻ എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറയത്തില്ല എന്നുള്ളൊരു മൈൻഡായിരുന്നു. അങ്ങനെ ഞാൻ ഓട്ടോയിൽ ഞാൻ തിരിച്ചു പോണ വഴി ഞാൻ ഇവന് മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ നമ്പറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. കറൻ്റ് ഇൻസ്റ്റയിലാണ് ചാറ്റ്. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ നീ ഓക്കെ ആണോ, എന്നെ കണ്ടിട്ട് നിനക്കിപ്പോൾ എന്ത് തോന്നുന്നു? അപ്പോൾ ഇല്ല സിനിമയിലൊക്കെ പോലെ സ്റ്റിൽ ഐ ലവ് യു. ഐ വാസ് ലൈക്ക് നമ്മുടെ ആള് നമ്മൾ എത്ര നമ്മളെ വളച്ചിരിക്കുന്നത് അങ്ങനെ ഫ്ലോയിൽ പറഞ്ഞു കേട്ടെ. അപ്പം ഞാൻ പറഞ്ഞു ഐ നീഡ് സം ടൈം, എനിക്ക് ടൈം വേണം എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഇവനെ മുടി കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഒട്ടും പറ്റുന്നില്ല. അങ്ങനെ ഞാൻ കുറേ നാൾ ഇങ്ങനെ തന്നെ ഒരു 5 മാസമെങ്കിലും ഞാൻ പുറകെ നടന്നു. 5 മാസത്തിൽ കൂടുതൽ ഞാൻ പുറകെ നടന്നു. അങ്ങനെ ഞങ്ങള് ഞാൻ മുടി കളർ മാറ്റാം, കറുപ്പാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാൻ പെട്ടെന്ന് പോയി, എനിക്ക് ഇരുന്ന ഇരിപ്പിൽ ഞാൻ പോയി മുടി കറുപ്പിച്ചു. പെട്ടെന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. കറുപ്പിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചപ്പോൾ ഇവള് സഡൻലി ഞാൻ ഷോക്കായി. അപ്പൊ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറയുന്ന കേട്ട് അനുസരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്നെ ഇഷ്ടമാണോ? ഞാനപ്പം അപ്പം അത്രയ്ക്ക് എന്നെ അവന് ഇഷ്ടമുണ്ടോ? ഞാൻ അങ്ങനെ ചിന്തിച്ച് അപ്പം ഞാൻ വീണ്. ഞാൻ അവിടെ ആ ഒരു സെക്കൻഡിൽ ഞാൻ വീണ്. അപ്പം ഞാൻ പിന്നെ അങ്ങനെ അന്നത്തെ രാത്രി പിറ്റേ ദിവസം എൻ്റെ വണ്ടി ഞാൻ മോഡിഫൈ ചെയ്ത് കളറൊക്കെ മാറ്റി റിവീലിംഗ് ആയിരുന്നു. അന്നത്തെ രാത്രി ഞാൻ വീണ്ടും പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ അവള് അന്നൊരു ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഇത്രയും നാൾ ഞാൻ 6 മാസത്തെ കൂടെ പുറകെയായിട്ട് പട്ടി വില എന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങ് പൊട്ടി. അങ്ങനെ ഞാൻ അടിയായി, ചീത്തവിളി എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ബ്ലോക്ക് ചെയ്തിട്ട് പോടി എന്നൊക്കെ പറഞ്ഞ് അവള് തന്നെ ബ്ലോക്ക് ചെയ്ത്. രാത്രി എനിക്ക് ഉറക്കമില്ല. പിറ്റേ ദിവസം രാവിലെ വൈകിട്ട് 5 മണിക്ക് വണ്ടി റിവീലിംഗ് ആയിരുന്നു. അങ്ങനെ എല്ലാവരെയും കൊണ്ട് വിളിപ്പിച്ച് ലാസ്റ്റ് ബ്ലോക്ക് അയച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ആരുടെ അടുത്തും തോന്നാത്ത, ഇതുവരെ ഇങ്ങനെ ഇഷ്ടം ആരെയും പുറകെ ഇത്രയും നടന്നിട്ടില്ല, എനിക്ക് അത്ര ഇഷ്ടമാണെന്ന് പറഞ്ഞു. അന്നേരം എന്നൊക്കെ പറഞ്ഞ് മൂളി ഇരുന്നു. അങ്ങനെ വണ്ടി റിവീലിങ്ങിൻ്റെ അന്ന് ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ച് വണ്ടി റിവീൽ ചെയ്യുന്നത്. അങ്ങനെ അന്നത്തെ രാത്രി ഓഗസ്റ്റ് 29 രാത്രി 1 മണി. അത് സംഭവം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോമോന്റെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന ആ ടൈം തൊട്ടേ ജോമോൻ എപ്പോഴും പറയുന്ന കാര്യമാണ് അവൻ്റെ വണ്ടി റിവീലിംഗ് എന്ന് പറയുന്നത് അവൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു ദിവസമാണ്. അപ്പം അന്നത്തെ ദിവസമാണ് ഞാൻ ഇവൻ തമ്മിൽ അടിയിടുന്നത്. എന്നിട്ട് ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്കും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി അവൻ ആ തിരക്കൊക്കെ ഒഴിച്ച് വെച്ച് എല്ലാവരോടും സംസാരിച്ചിട്ട് കൺവിൻസ് ചെയ്ത്. അപ്പോൾ എനിക്ക് തോന്നി ഹീ ഈസ് എ ജെനുവിൻ ഗൈ. അല്ലെങ്കിൽ ആ പോട്ട് എന്നുള്ള മൈൻഡിൽ അവന് കളയായിരുന്നു. പക്ഷെ അവൻ അങ്ങനെ കളഞ്ഞില്ല. അവൻ കുറേ ഫൈറ്റ് ചെയ്തു. കാരണം ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേക്കും എൻ്റെ അടുത്ത് ഓക്കെ എന്നുള്ളൊരു മൈൻഡിൽ നിന്നു. രണ്ടും ആ വണ്ടി അങ്ങനെ കളഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തോട്ട് വരണമെങ്കിൽ ഈസ് എ ജെനുവിൻ ഗൈ എന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി ഓഗസ്റ്റ് 29 രാത്രി 1 മണിയായപ്പോൾ 1:30 ടൈമിൽ ഇവൻ എപ്പോഴും രാത്രി ഇവൻ വിളിക്കുമായിരുന്നു കേട്ടോ. വിളിക്കുമ്പോൾ ഞാൻ ഫോൺ എടുക്കുമ്പോൾ ഹലോ, ഇവൻ ഏറ്റവും അവസാനം എപ്പോഴും ഒരു വർത്താനുണ്ട് ഐ ലവ് യു. അപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ലത്. അങ്ങനെ ഞാനാണെങ്കിൽ ഐ ഹേറ്റ് യു എന്ന് തന്നെ പറഞ്ഞിട്ട് ഞാൻ കോൾ കട്ടി. അങ്ങനെ അന്നും ഇവൻ എന്താ വെക്കാൻ നേരത്തെ ഇവൻ ഐ ലവ് യു പറഞ്ഞു. അപ്പൊ ഞാൻ ഐ ലവ് യു ടു. ജോലി സ്ഥലത്തേക്കാണ്. ജോമോൻ അവിടെ കിടന്ന ഒരു ചാട്ടം സൗണ്ടൊക്കെ വെച്ച് ജോമോൻ ഭയങ്കരമായിട്ട് കരഞ്ഞ് അല്ലേ ജോ? അന്നേരമാണ് എനിക്ക് സീരിയസ് ആയിട്ടുള്ള ജോമോൻ. അപ്പോഴാണ് ജോമോൻ എന്നെ മനസ്സിലായത് ശരിക്കും ഇത് സീരിയസ് ആയിരുന്നോ. അങ്ങനെ ഞങ്ങൾ അതിനുശേഷം വിഷു എന്തുവാന്ന് തോന്നുന്നു. വിഷു ഞങ്ങൾ ആക്ച്വലി അതിനുശേഷം ഒരു തവണ കണ്ടായിരുന്നു. ഒരു വട്ടം കണ്ടായിരുന്നു. റിവീലിങ്ങിന്റെ അന്ന്
റിവീൽ കഴിഞ്ഞിട്ട് വണ്ടി കാണിക്കാൻ വേണ്ടി ഒരു കൊണ്ടുവന്നു. അന്ന് ഞാൻ അവളുമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പം ഞാൻ ഇവളെ തോളെ കൈയിടാൻ വേണ്ടി ഞാൻ കൈ വെക്കുമ്പോൾ എനിക്ക് പേടി, തോളെ കൈയിട്ട് അടിക്കുമോ, ആദ്യമായിട്ടല്ലേ തോളെയൊക്കെ കൈയിടാൻ പോണം, അങ്ങനെ അടിക്കുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ തോളെ കൈയിട്ടപ്പം ഓക്കെ ഒരു കംഫർട്ട് സോൺ പോലെ എൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത്. എന്നിട്ട് സത്യത്തിൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫോട്ടോ എടുക്കാൻ വിളിച്ച് അതിനു മുമ്പ് എൻ്റെ അനിയത്തി പറയുന്നുണ്ടായിരുന്നു, നോക്കിക്കോ അവൻ വരുമ്പോൾ എന്തായാലും അവൻ ആദ്യം പറയുന്നത് ഇയാളെ ഫോട്ടോ എടുക്കണമെന്നായിരിക്കും, നിങ്ങൾ സെൽഫി എടുക്കാൻ വേണ്ടി അവൻ പറയും. ഞാനിപ്പം സെൽഫി എടുക്കാൻ വേണ്ടി ഇവനെ തോളത്തന്നെ പിടിച്ചപ്പോൾ ഞാൻ ആദ്യം മീനുനെ നോക്കി, മീനു അങ്ങനെ അപ്പം ഫോട്ടോ എടുത്ത് ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോ എടുത്തിട്ട് നമ്മള് എന്താ റൊമാൻറ്റിക് സോങ് ഒക്കെ ഇട്ട് ഞാൻ മെൻഷൻ ചെയ്തു. അങ്ങനെ റീമെൻഷൻ ചെയ്തു. റൊമാൻറ്റിക് സോങ് മറ്റേ അമ്മയുടെ എന്തോ ഒരു പാട്ട്, അമ്മയുടെ ഇല്ല മറ്റേ തങ്കമന അങ്ങനെ ഏതോ സിനിമയിലൊരു പാട്ട്, അതല്ല ഇട്ട പാട്ടോല് ഏതാന്ന് അറിഞ്ഞു. എന്നിട്ടിരുന്ന് ഡബ ഡബ അടിക്കുന്നിരുന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ. മറ്റേ അതല്ല അല്ല ഈ തങ്കമകൻ അങ്ങനെ ഒരു സിനിമ ഉണ്ടല്ലോ, മറ്റേ ധനുഷിന്റെ സിനിമ, ആ പടത്തിലെ പാട്ടായിരുന്നു. ധനുഷും മറ്റേ ലവളും സമന്ത ഇല്ലല്ലേ, ആ പാട്ടായിരുന്നു ഇട്ട. അതിട്ട് റീമെൻഷൻ ചെയ്ത് അങ്ങനെ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് നമുക്ക് നാളെ വിഷു എന്തോന്ന് തോന്നുന്നു അമ്പലത്തിൽ വരുമോയെന്ന് ചോദിച്ചു. എന്നാൽ അവൾ പറഞ്ഞ് ആ ഓക്കെ അമ്പലത്തിൽ വരാം എന്നുള്ള ഇത് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരത്തെ വന്നിരുന്നു അമ്പലത്തിൽ. ആളിങ്ങനെ കയറി വരുന്നു, ഒരു പട്ടുപാവാടയും ഉടുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ആള് കയറി വരുന്നു. അന്നേരം എനിക്ക് വീണ്ടും ഒരു ക്രഷ് അടിച്ച്. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് സംസാരിച്ച്. എന്നാൽ എൻ്റെ കൂട്ടുകാരന്മാർക്കും എല്ലാം അറിയുക സംഭവം, എനിക്ക് അവളെ ഇഷ്ടമാണ്, സീരിയസ് ആണ്. കുറെ പേര് പറഞ്ഞിട്ടുണ്ട് ഗൈസ് ഇവന്റെ അടുത്ത് ഇത് വേണോടാ ഇല്ലേ, കുറെ പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ കാസ്റ്റ് വേറെയാണ്, പിന്നെ എന്റെ ലുക്കിലനുസരിച്ചുള്ള ഇതല്ല. പക്ഷെ എനിക്ക് ഇതുവരെ ഈ സമയം വരെ അങ്ങനെ എനിക്ക് ഒന്നും തോന്നിയിട്ടില്ല, ഇതുവരെ തോന്നിയിട്ടില്ല. ലുക്കിലല്ലേ, ഞാൻ എന്നെ എങ്ങനെ അവള് ട്രീറ്റ് ചെയ്യുന്നു, എങ്ങനെ സ്നേഹിക്കുന്നു. ഇപ്പൊ ലുക്കുള്ളവരെ നോക്കിയിട്ട് കാര്യമില്ല, ഒരു പാതി ഒരിക്കൽ നമ്മൾ ഇട്ടിട്ട് പോകും. പക്ഷെ ഇവളെനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും എന്നൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്, അന്നേരം ഉണ്ടായിരുന്നു. ഒരാളെ സംസാരവും ഒരാൾ നമ്മളെ കെയർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എന്നാൽ കൂട്ടുകാരന്മാർ എനിക്ക് സ്പേസ് തന്നു, അവന്മാർ എഴുന്നേറ്റ് പോയി, ഇവളെ അനിയത്തി എഴുന്നേറ്റ്, അങ്ങനെ രണ്ടുപേരും സംസാരിച്ച്. അന്നേരം കുറെ നേരം സംസാരിച്ച് ഞാൻ നല്ല വൈബായിരുന്നു ഗൈസ്, നല്ല ഞങ്ങൾ സംസാരിച്ചു. എന്നാൽ ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു, എടി എനിക്ക് ഇന്നലെ പറഞ്ഞ പോലെ അല്ല, എനിക്ക് മുഖത്ത് നോക്കി പറയാൻ എനിക്ക് ഇന്ന് ഇഷ്ടമാണ്. ഞാൻ സീരിയസ്ലി ജോമോൻ ഇത്രയും ക്ലോസ് ആയിട്ടിരുന്ന് സംസാരിക്കുക. ഞങ്ങൾ ഒരിടത്ത് ഇരുന്ന് മൂന്നാമത്തെ വട്ടം കാണുന്നത് ജോമോന് പേടിയുണ്ടായിരുന്നു നല്ലപോലെ. എനിക്ക് നല്ല മനസ്സിൽ ജോമോ വിറക്കിയപ്പോൾ ഞാൻ ജോമോനോട് പറഞ്ഞാ നീ കാം ഡൗൺ ആയിട്ട് കാര്യം പറ. അപ്പം ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ നല്ലോണം കേട്ടില്ല, നീ അപ്പേ കട്ട് ചെയ്തിട്ട് പോയി, എനിക്ക് ഇന്നെ ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന് പറഞ്ഞു. അവള് പറഞ്ഞ് തിരിച്ചെൻ്റെ അടുത്ത് പറഞ്ഞു ഐ ലവ് യു എന്ന് പറഞ്ഞു. ഞങ്ങളെ ശരിക്കും ഗൈസ് എല്ലാവരും ഞങ്ങളെ പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ക്രിഞ്ച് കപ്പിൾസ് എന്നാ. ആക്ച്വലി ഞങ്ങളുടെ ഇടയ്ക്ക് ഭയങ്കര എപ്പോഴൊക്കെ ഞങ്ങളെന്നുള്ള സ്പേസ് ഉണ്ടോ ലോകമുള്ള സമയത്ത് ഞങ്ങൾ ഭയങ്കര ക്രിഞ്ച്. അത് ഈവൻ ഒരു ചെറിയ ജോമ എന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചാൽ പോലും ഞാൻ ഭയങ്കര പെട്ടത്. അതുകൊണ്ടായിരിക്കാം യാ. അപ്പം അങ്ങനെ ഇഷ്ടമാന്ന് ഞാൻ കണ്ണന്തിരി കാണിച്ച് ഞാൻ കൂടെ ഇരുന്നിട്ട് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഞാൻ ഉമ്മ കൊടുക്കാൻ വേണ്ടി അന്നേരം കിട്ടിയൊരടി. പക്ഷെ ഞാൻ അവളെ അടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിരുന്നു. അടി കൊടുത്തേന്ന് വെച്ചാൽ ഇവൻ വേറെ എങ്ങും അല്ല, ഇവൻ ആ സ്നേഹം കൊണ്ട് നെറ്റിയിൽ ഞാൻ കൈ രണ്ടും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഉമ്മ കൊടുക്കാൻ നെറ്റിയിൽ ഉമ്മരാനായിട്ട് ശ്രമിച്ചേ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കൊടുത്തെന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു അടി. എന്റെ കൈ കൊടുത്ത് ഞാൻ വിചാരിച്ചു 6-7 മാസം പുറകെ നടന്ന് എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. എല്ലാം പോയി. ഫ്രണ്ട്സ് ഒക്കെ നമുക്ക് സ്പേസ് തന്നെ, അവരെല്ലാം അമ്പലത്തിന്റെ അകത്ത്, നമ്മൾ എന്ത് ചെയ്തു ബാക്കിലോട്ട് എന്തോ പോയിരുന്നു. ഞങ്ങൾ എപ്പോഴും ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു അമ്പലത്തിന്റെ. അതാണ് ഞങ്ങൾ എപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നത്. നമ്മള് തുടങ്ങിയത് അവിടെ വെച്ചാണ്ട് നമുക്ക് എപ്പോഴും കംഫർട്ട് സോൺ പോലെ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ഇരിക്കുന്നത്. നമ്മളെ എഴുന്നേറ്റ് പോവാൻ വേണ്ടി പോയി. ഞാൻ പറഞ്ഞു ഞാൻ കൈ പിടിച്ചിട്ട് ഈ സോറി ഞാൻ അറിയാതെ ചെയ്തത്, കണ്ണൊക്കെ നിറഞ്ഞു. എന്നാൽ ഇവള് വീണ്ടും അവിടെ ഇരുന്നു. ഞാൻ എന്റെ അനുവാദം ഇല്ല എന്റെ ദേഹത്ത് തൊടലൂ എന്ന് പറഞ്ഞ് ഇവളെ സംസാരിച്ചു. ഞാൻ പിന്നെ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, സോറി എന്ന് പറഞ്ഞു. ആ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവള് എൻ്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്,
എപ്പോൾ എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് എപ്പോഴും നിൻ്റെ അടുത്ത് കംഫോർട്ട് തോന്നുന്നു, അന്ന് എനിക്ക് വിശ്വാസം വരുമ്പോൾ നിൻ്റെ നമ്പർ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തായിരുന്നു. അന്നേ എനിക്ക് ഈ ഐഫോണിൽ ചെറിയ പ്രാന്തുണ്ടായിരുന്നു. അങ്ങനെ എപ്പോഴും ഞാൻ എടുക്കും. പിന്നെ ഇവള് ലൈനായതിനു ശേഷമാണ് ജോലിക്ക് കയറിയത്. എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം. അങ്ങനെ രീതിയിൽ ഞാൻ എൻ്റെ മാമൻ എല്ലാവരും കൂടി തുടങ്ങിയ ബിസിനസ്. അങ്ങനെ അതിൽ തന്നെ ഞാനും എല്ലാവരും ഫാമിലിയിലുള്ള ഞങ്ങൾ ചേട്ടന്മാരെല്ലാം അതിൽ തന്നെ ഞാൻ ജോലിക്ക്. അന്നേരം ഇവള് എനിക്ക് എന്തുവാ ഞാൻ പറഞ്ഞ അന്നേരം ഇവള് എഴുന്നേറ്റ് പോയപ്പോൾ ഇങ്ങനെ കാലിൽ പിടിച്ച് ഞങ്ങൾ കരഞ്ഞു, അവിടെ കണ്ണൊക്കെ നിറഞ്ഞു. എന്നാൽ ഇവള് നമ്പറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമ്പർ കംഫർട്ട് സോൺ ആണെങ്കിൽ നമ്പർ എടുത്തോളുന്നു. എന്നാൽ ഇവള് ഞാൻ ഫോട്ടോ എടുത്ത് കൊടുത്ത് എൻ്റെ ഫോട്ടോ അങ്ങ് സെൻഡ് ചെയ്തേക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ എങ്ങനെ സെൻഡ് ചെയ്യൂടി കുറേ ഇല്ലേന്ന് പറഞ്ഞു. ഇവള് പെട്ടെന്നില്ല മോഹൻലാലിൻ്റെ സിനിമയിൽ 2255 പറയുന്ന പെട്ടെന്ന് നമ്പർ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കണ്ടി ഞാൻ കേട്ടില്ല, നമ്പർ പറ. നമ്പർ പറഞ്ഞു എന്റെ മൊബൈൽ എൻ്റെ വാങ്ങിയിട്ട് നമ്പർ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരു വട്ടം പറയത്തുള്ളൂ, ഇനി ഞാൻ പറയത്തൊന്നുമില്ല എന്നുള്ളൊരു മൈൻഡ്. എന്നിട്ട് ഞാൻ തന്നെ ഫോൺ വാങ്ങി ഞാൻ തന്നെ സേവ് ചെയ്ത് നമ്പർ ടൈപ്പ് ചെയ്തിട്ട് ഇഷ്ടമുള്ള സേവ് ചെയ്യാൻ പറഞ്ഞു. എന്നാ ഞാൻ ഇങ്ങനെ നോക്കി, അന്ന് ഇവളെ എന്നെ നോക്കിയൊരു ചിരി, എനിക്ക് ഇതിനെ ഇഷ്ടമാണ്, എനിക്ക് വിശ്വാസമാണെന്നുള്ളത് നോക്കി ചിരി എന്നെ ഇങ്ങനെ തിരി നോക്കി ചിരിച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് ബൈക്കിൽ വരുമോ. അപ്പൊ എനിക്ക് സത്യത്തിൽ ഈ വക കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് പേടിയുവാ. ഞാനപ്പം ഞാൻ വരുന്നില്ല ഒരു 100 ആവർത്തി ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഇവനെ തിരിഞ്ഞു നോക്കുമ്പോഴല്ലേ ഇവൻ്റെ മുഖം ഒരുമാതിരി ഇങ്ങനെ ഇരിക്കുക. ഇവൻ ആ വണ്ടിയിൽ ആരെയും കയറ്റിയിട്ടില്ല, റിവീലിങ്ങിന് ശേഷം ആരെയും കയറ്റിയിട്ടില്ല, പ്ലീസ് നീ വേണോ ആദ്യമായിട്ട് കയറാൻ എന്നൊക്കെ ഉള്ളൊരിത് പറഞ്ഞിട്ട് പോലും ഞാൻ വീണില്ല അതിലൊന്നും. അപ്പൊ എൻ്റെ അനിയത്തിമാരൊക്കെ വെച്ചിട്ടുണ്ട്. അന്ന് ഇവള് വരാന്ന് ഞാൻ പറയാം, എൻ്റെ അനിയത്തിമാരെന്നെ പുഷ് ചെയ്യുക, കഷ്ടം പാവം അവന്റെ ഫേസ് കണ്ടപ്പോഴേക്കും ഞാൻ ഇവളന്മാരാണ് എല്ലാത്തിനും കാരണം. അവളമാര് വീഡിയോ കാണുവാണെങ്കിൽ ഇവളന്മാരാണ് ഇതിനെല്ലാത്തിനും കാരണം കേസ്. അങ്ങനെ ഞാൻ അവന്റെ വണ്ടി കയറി. ഞാൻ സീറ്റ് കവൾ അന്ന് ഇവളെ മുമ്പ് വെച്ച് സീറ്റ് കവൾ ഊരിയിട്ട് കൂട്ടാൻ്റെ കൊടുത്തു. എന്നിട്ട് ഇവള് കയറി അവിടെ ചെറിയ ഇത്തിരി പോലും കറങ്ങിയിട്ട് ഞങ്ങളങ്ങ് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് ഇവളെ എന്നെ നോക്കി ചിരി ചിരിച്ച്. ആ സമയത്തൊക്കെ ലൈൻ തുടങ്ങിയല്ലോ, ആ ചിരിക്കൊക്കെ ഭയങ്കര വാല്യൂ ആണ്. ഇപ്പൊ ഇല്ലേ വാല്യൂ? ഇപ്പോഴുണ്ട് വാല്യൂ. കണ്ട ഇതാണ്. അങ്ങനെ പോയി. പിന്നെ ഞങ്ങൾ ഭയങ്കര ചാറ്റിങ് ആയി. പിന്നെ എനിക്ക് ഇവളില്ലാതെ പറ്റത്തില്ല എന്നുള്ളത് തോന്നലായി. എല്ലാവർക്കും തോന്നും കുറച്ച് നാൾ കഴിയുമ്പോൾ. ആ തോന്നൽ എനിക്കും വന്നു. പക്ഷെ ആ തോന്നൽ എല്ലാവരെയും പോലെ അല്ലായിരുന്നു. എനിക്ക് ഭയങ്കര സീരിയസ് ആയിരുന്നു. ഞാൻ ഒരു ദിവസം 100 വട്ടം ഐ ലവ് യു പറയും. ഇപ്പോഴും അങ്ങനെ തന്നെ. ഒരു 100 വട്ടം അവളും എൻ്റെ അടുത്തും പറയും, ഞാൻ അങ്ങോട്ടും പറയും. എനിക്ക് അവളില്ലാതെ ഒരിക്കലും പറ്റൂല. ഇപ്പം 2.5 വർഷം കഴിഞ്ഞ്, 6 മാസം സ്നേഹിച്ച് 2 വർഷം കഴിഞ്ഞ്. 6 മാസം ഞങ്ങൾ സ്നേഹിച്ച്. അപ്പോൾ സ്നേഹിച്ച് ഇഷ്ടമാണെന്ന് പറഞ്ഞ ശേഷം 2 വർഷം കഴിഞ്ഞ്. ശേഷം 3 വർഷമായി. ഇതുവരെ എനിക്ക് അവളുടെ അടുത്തൊരു മടുപ്പോ അവളോട് സംസാരിക്കുന്നതിനൊരു ഇതോ ഒന്നും തോന്നിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴും കറന്റ്ലി ഇങ്ങനെ നിൽക്കുന്ന വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അടിയിടുന്ന കണക്ക് ലോകത്ത് ഒരു മനുഷ്യനും അടിയിടത്തില്ല. എനിക്ക് ദേഷ്യം വന്ന ജോമോൻ വിളിച്ച് പറയുന്ന ഭാഷകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്റെ പൊന്നെ ഇതിനൊക്കെ നേരത്തെ തോന്നിയെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ആ സമയത്ത് ഞാനും ആവശ്യം എന്റെ വായി വരുന്ന എല്ലാം തിരിച്ചു പറയും. ഞങ്ങൾ മുട്ടനടി ഫോൺ വേണ്ട പറഞ്ഞു. ഒരു ദിവസം 100 വട്ടം ബ്രേക്കപ്പ് ഉറപ്പാണ്. ഞങ്ങൾ എല്ലാ ദിവസവും അടിയിടും ഗൈസ്. പക്ഷെ ഞങ്ങൾ രാത്രി രാത്രിയാകുമ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി. അപ്പൊ ഞാനും തിരിച്ചിടാം, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറിടാം. ഞാൻ പറയും എന്തിനാ നീ സോറി പറയുന്നത്, നീ ഒന്നും പറഞ്ഞതല്ലേ. ഞാനല്ലേ അന്നേരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കും. ഞാനല്ലേ തെറ്റ് ചെയ്ത. ലാസ്റ്റ് അങ്ങനെ അടി തീർന്നിട്ടാണ് നമ്മൾ ഈ 3 വർഷം കൊണ്ട് 3.5 വർഷമായി. ഈ സമയം വരെ നമ്മൾ അടി രാത്രിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ അടി തീർത്തട്ടെ. ഞങ്ങൾ എത്ര 2 മണി 3 മണി ആയാലും അടി തീർത്തട്ടെ നമ്മൾ ഉറങ്ങും. ഇതിനിടയ്ക്ക് കരച്ചിലുണ്ട്, മൂക്കൊലിപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ ഇപ്പം കുറേ അങ്ങനെ അറ്റ്ലാസ്റ്റ് ഇപ്പം ഞങ്ങൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു, അവളെ വീട്ടിലും പറഞ്ഞു. ആദ്യമേ ആ കാസ്റ്റിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഞാൻ ക്രിസ്ത്യനും അവൾ ഹിന്ദു അല്ലേ. എല്ലാവരും വീട്ടിൽ നമ്മളെ കഷ്ടപ്പെട്ടല്ലേ അമ്മമാരും എല്ലാം. അവളെ അമ്മയായാലും എൻ്റെ അമ്മയായാലും അച്ഛനായാലും നോക്കുന്നത്. അവർക്കൊരു ഇത് കാണും, എൻ്റെ മോള് വേറെ ജാതി കെട്ടിപ്പോണ് എന്നുള്ള ഇത്. ലാസ്റ്റ് എല്ലാരും പറഞ്ഞു രണ്ട് സൈഡിലും ഇപ്പൊ നല്ല ഹാപ്പിയാണ്, സപ്പോർട്ടുമാണ്. ഇപ്പൊ ഞങ്ങള് ഫസ്റ്റ് ഞാനും ജോമോനും അറിയാതെ മീൻസ് ഞാൻ സീരിയസ് ആയിട്ട് അടിയിട്ടോണ്ടിരിക്കുന്നു. ഒരു വട്ടം എന്റെ വീട്ടിൽ അറിഞ്ഞപ്പോ എന്റെ അമ്മ അടിച്ച് പുറത്താക്കി എന്നെ അങ്ങനെ. പക്ഷെ എന്റെ അമ്മ ഭയങ്കര കാര്യം എന്നെ
ഞാൻ എന്തൊക്കെ ആദ്യമേ ദേഷ്യമെങ്കിലും പിന്നെ പോട്ട് പോണേന്നൊക്കെ പറയും. അതേപോലെ ഇവളെ വീട്ടിലും അവളെ അമ്മ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ പപ്പയ്ക്ക് അറിയാം. പപ്പയെടുത്ത് പോയി പറഞ്ഞപ്പോൾ പപ്പ ഓക്കെ പറഞ്ഞു. പപ്പയ്ക്കും സന്തോഷം. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അറിയാണ്ട് അടിയിട്ടത്. മീൻസ് ഞാൻ സാധാരണ എൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ അടിയിടും. അപ്പം അങ്ങനെ അടിയിട്ടപ്പോൾ ഞാൻ അറിയാണ്ട് ഇവൻ ഈ സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് വീഡിയോ എടുത്തതാണ് ആക്ച്വലി. പക്ഷെ ഞാനത് അറിഞ്ഞില്ല. അങ്ങനെ രാത്രി 1 മണി സമയത്ത് എന്തോ അത് പോസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു, നീ ഒന്ന് ഇൻസ്റ്റ നോക്കിയേ. ഞാൻ പറഞ്ഞു ഭഗവാൻ നീ എന്ത് പണിയാ കാണിച്ചു. അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ്. പക്ഷെ പിന്നെ ഞങ്ങൾ രാവിലെ എണീച്ച് നോക്കിയപ്പോൾ 2 മില്യൺ എന്തോ ആയി വീഡിയോ. 1 മില്യൺ രാവിലെ 2 മില്യൺ. അപ്പം ഞങ്ങൾ 2 മില്യൺ വാവ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു പിന്നെ സെക്കൻഡ് പാർട്ട് ഇടാം, തേർഡ് പാർട്ട് ഇടാം. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് എല്ലാം ഞങ്ങൾക്ക് ക്ലിക്ക് ആവാൻ തുടങ്ങി. സോ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വരെ എത്തി ഗൈസ്. സോ അതാണ് ഞങ്ങളുടെ ലവ് സ്റ്റോറി, ഞങ്ങളുടെ ജേർണി, ഞങ്ങളുടെ ഇൻസ്റ്റഗ്രാം ജേർണി അതൊക്കെയാണ്. സോ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇനിയും വീഡിയോസ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ സൈനിങ് ഓഫ് നന്ദു വിത്ത് ജോമോൻ. ബൈ ഗൈസ്. ബൈ.